मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മീൻ പിടിക്കാനായിട്ട് നിന്റെ സഹായം ആവശ്യമാണ്. ഓ, എന്റെയോ? നിന്നോട് പറഞ്ഞതല്ല, ഞാൻ ഇവനോട് സംസാരിക്കായിരുന്നു. ഓ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല മീനിനെ കൊണ്ടും തരാം. നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പോയി പണി നോക്കേ. ഈ ഹണി ഒന്നിനും കൊള്ളാത്തവനാണ്. ഫിഷിംഗ് ചെയ്യാൻ വന്നിട്ട് സ്വിമ്മിങ് ചെയ്തോണ്ടിരിക്കുക. ഈ ബോട്ടിന് എന്താണ് സംഭവിച്ചത്? അത്ര പെട്ടെന്നൊന്നും എന്നെ തിന്നാനൊന്നും കഴിയില്ല. ഇവനെ കൊണ്ട് എങ്ങനെയാണ് ഇത്രയും വേഗത്തിൽ നീന്താൻ കഴിയുന്നത്? സംശയട്ടോ, കൈയടിക്കാതെ എങ്ങനെയാണ് ഇവന് വെള്ളത്തിൽ നീന്താൻ കഴിയുന്നത്? എന്റെ അമ്മോ, ഫിഷ് അവൻ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. വേഗം വാ. നമ്മൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു ലൈല ഭായ്. ലൈലെന്നല്ലടാ, ലാല, LALA, ലാല. ചേട്ടായി, ലൈലയുടെ കൂടെ മജ്നു മാത്രമേ സൂട്ട് ആവുകയുള്ളൂ. ലൈല, മജ്നു. എടാ നീ, എനിക്ക് ആ പേര് സൂട്ടാവില്ല. എന്താ ചേട്ടാ ഇത്? നിങ്ങളുടെ പേര് ലൈല എന്ന് മാറ്റി ഒരു ഡാൻസ് കളിച്ചാൽ അടിപൊളിയായിരിക്കും. തമാശ ഒന്ന് നിർത്ത്. ബോട്ട് എവിടെയുണ്ടെന്ന് വേഗം പറയാൻ. ബോട്ട് ദാ കരയിലുണ്ട്. ബോട്ട് കരയിൽ എന്തൊക്കെയാണ്? ഇങ്ങനൊക്കെ ചോദ്യം ചോദിച്ചാൽ ഞാൻ എന്തോന്ന് പറയാനാ? ബോട്ട് കരയിൽ എന്ത് ചെയ്യാണെന്ന് ഞാൻ എങ്ങനെ പറയാനാ? അടിപൊളി തമാശ. ബോട്ട് എന്താ ഇവിടേക്ക് വരാത്തത്? എന്റെ പൊന്നുഭായി, നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ബോട്ട് ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ ബോട്ട് കരയിൽ നിർത്താൻ പറഞ്ഞത്. നമ്മൾ രക്ഷപ്പെടുമ്പോൾ ഞാൻ വിളിക്കാന്ന് പറഞ്ഞിരിക്കുക. ഇനി നമ്മൾ രണ്ടാളും സുഖമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകും. ഞാൻ കേട്ടത് ശരിയാണ്. നീ ഒരു മരമണ്ടനാണെന്ന് നിന്നെ അയച്ച ആൾ എന്നോട് പറഞ്ഞിരുന്നു. നമ്മളെന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ശരി, ഒരു കാര്യം, ഈ മൊബൈൽ ഫോൺ എവിടെ നിന്നാ കിട്ടാൻ പോകുന്നേ? ചേട്ടായി വിഷമിക്കാതെ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാവുന്നേ.
ചേട്ടായി ഒരു ഐഡിയ ആലോചിക്ക്. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ തന്നെ പറയ്. എങ്ങനെയാ ഇവിടെ നിന്ന് രക്ഷപ്പെടുക? ചേട്ടായി, ജീവിതം എന്നും നമുക്ക് വലിയ പ്രശ്നം തരുന്ന ഒന്നാണ്. പേടിക്കാതെ മുന്നോട്ട് പോകണം. നീ അതൊക്കെ വിട്ടേക്ക്. എന്തെങ്കിലും കഴിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് ബോട്ട് കൊണ്ടുവരൂ, ബോട്ട് കൊണ്ടുവരൂ. ലാൻഡ് ഫുഡ് അടിപൊളിയായിരിക്കും. സീ ഫുഡ് കഴിച്ച് കഴിച്ച് ബോറടിച്ചിരിക്കുകയായിരുന്നു. മീൻ പോലെ ഒരു ഫീലിംഗ് അല്ലേ ലൈല ചേട്ടാ? ലൈല അല്ലടാ, ലാല. എല്ലേ എല്ലേ ലാല. എന്തിനാ വെറുതെ ദേഷ്യപ്പെട്ടിങ്ങനെ വിളിച്ചു പോകുന്നത്? ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാ. എന്തിനാ തലചുറ്റി ഇങ്ങനെ സംസാരിക്കുന്നേ? എനിക്ക് നന്നായിട്ട് നീന്താൻ അറിയാം. അതെന്തിനാ കഴുത്തി ചുറ്റി സംസാരിക്കുന്നേ? എടാ, ഞാൻ പറഞ്ഞത് ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. എനിക്ക് നീന്താൻ അറിയാം. നല്ല മീന് പോലെ എനിക്ക് നീന്താൻ അറിയാം. എന്നാലും നീ പറഞ്ഞ കണക്കുള്ളൊരു ഫീലാ. അല്ല, നിനക്കെന്താ തോന്നുന്നേ? ഓക്ടോപസ്. കൊള്ളാടേ, ഒക്ടോപ്പസ്. അല്ല, നിന്റെ 8 കാലം എവിടെ പോയി? എന്റെ ചേട്ടായി, കണ്ണു തുറന്ന് അങ്ങോട്ട് നോക്ക്. ദേ അങ്ങോട്ട് നോക്ക്, ഒക്ടോപസ്. ഏ? അത് ശരി, എന്റെ അടുത്താണോ കളി? ഇത് ചീറ്റിംഗ് ആണ്. നിന്റെ ഏരിയ വെള്ളത്തിന്റെ അകത്താണ്. മുകളിലേക്ക് വന്ന് വേട്ടയാടാൻ പാടില്ല. സംശയട്ടോ? ചേട്ടായി, വണ്ടി വിട്ടോ. ഇവൻ തീർച്ചയായും നമ്മുടെ പണി തീർക്കും. ഈ കിടന്ന് പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇപ്പൊ അവന്റെ ടാർഗറ്റ് നമ്മളല്ല. നമ്മൾ പേടിക്കേണ്ട ഒക്ടോബസിനെ അല്ല, ലവന്മാരെയാണ്. ഓടിക്കോ, വേഗം ഓടിക്കോ. വാ വാ. ഏയ് ചേട്ടായി, അങ്ങോട്ടല്ല, അങ്ങോട്ട് പോയി ജയിലിൽ പോകേണ്ടി വരും. ഇങ്ങോട്ട് വരാൻ നോക്ക്. ആദ്യം ഞാൻ ആരെയാണ് കഴിക്കേണ്ടത്? ആരെയാണ് കഴിക്കേണ്ടതെന്ന് പറയാം. അക്കോ തിക്കോ താന വരമ്പത്ത് കല്ലേ കുത്ത് കരിങ്കുത്തോ. എന്റെ അമ്മ, ഇവനോ രക്ഷിക്കണേ. വെള്ളം നിറഞ്ഞ തൂവൽ മുഴുവൻ കുതിർന്നു പോയിരിക്കുക. പിന്നെ എങ്ങനെ പറക്കാൻ കഴിയും? സംശയട്ടോ? എന്റെ പൊന്നുകുട്ടിയെ. നമ്മള് ഫുട്ബോൾ പോലെ ആയല്ലോ ലൈല ഭായി. ലൈലല്ലടാ, ലാല. എല്ലേ എല്ലേ ലാല. ലാല എന്ന് പറഞ്ഞാലും ലൈല എന്ന് പറഞ്ഞാലും എന്താ അവസ്ഥ? ഫുട്ബോൾ പോലെ ആയില്ലേ ജീവിതം. നിങ്ങളെല്ലാവരും കൂടി ഇവിടെ എന്തെടുക്കുകയാണ്? ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. എന്നാൽ മീൻ ഞങ്ങളെ പിടിക്കുകയായിരുന്നു. അല്ല സാർ, അങ്ങ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? ലാലയും മജനും ജയിൽ ചാടി ഇരിക്കുകയാണ്. അവരെ അന്വേഷിച്ച് വന്നതാ. ഇന്നത്തെ ദിവസം എന്തായാലും എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്നു. മീനിന് പകരം എനിക്കിന്ന് മനുഷ്യരെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവർ കള്ളന്മാരാണെങ്കിലും ഇവരെ ഒരിക്കലും നമ്മളിവിടെ വിട്ടിട്ട് പോകരുതാ. അതെ, അവരെ രക്ഷിച്ചേ മതിയാവൂ. മര്യാദയ്ക്ക് അവരെ വിട്. ആജ്ഞയാണോ അപേക്ഷയാണോ? അപേക്ഷയാണ്. സംശയമുണ്ടോ? നിന്നെ പോലുള്ളവരുടെ അപേക്ഷ ഞാൻ കേൾക്കില്ല.
അത്രക്കായോ നീ തന്റെ കയ്യിൽ എന്താണോ മൈലാഞ്ചിട്ടിരിക്കുകയാണോ? വേഗം തല്ലടോ. ഈഷ്, ലാലയും മജനും അതാ രക്ഷപ്പെടുന്നു. മര്യാദ ബോട്ടിൽ കയറ്, അല്ലെങ്കിൽ ഒക്ടോബസിന്റെ അടുത്തേക്ക് അയക്കും. You are under arrest. നന്നായി, എന്തായാലും പറഞ്ഞല്ലോ. സത്യത്തിൽ ഞങ്ങള് കരുതിയതേ നിങ്ങൾ ഞങ്ങളെ കടലിൽ തന്നെ ഇട്ടിട്ട് പോവുന്നാ. ചേട്ടായി എന്തായാലും അറസ്റ്റ് ചെയ്തതിൽ ഒരു കുഴപ്പമില്ല. ഇവിടെ എങ്ങാനും ആയിരുന്നെങ്കിലേ ഈ ഒക്ടോബസ് ഇവിടെ ഇട്ട് നമ്മുടെ പണി തീർത്താനെ. എന്തായാലും ഇവരെ കിട്ടിക്കഴിഞ്ഞു. ഇവരെ പിടിച്ചു തരാൻ എന്നെ സഹായിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. നന്ദി. ചേട്ടായി നമ്മൾ വീണ്ടും ജയിലിലേക്ക് തന്നെ പോവുകയാണ്. എടാ നീ ഇത്ര മണ്ടനായി പോയല്ലോ. നമ്മൾ എവിടെ പോയോ? എടാ ജയിലിലേക്കാ. പറയടാ, നീ എന്തിനാ ഇത്ര അധികം സന്തോഷിക്കുന്നേ?